നമ്മുടെ സ്പെഷ്യൽ അവാർഡ് സെക്ഷനുള്ള സമയമാണ്. ഈ അവാർഡിന് ഒരു പ്രത്യേകത ഉണ്ട്, എന്താണെന്നറിയാവോ? ഇതിന് നോമിനേഷൻ ഒന്നുമില്ല, ഇതൊരു സ്പെഷ്യൽ ജൂറി അവാർഡാണ്. എന്ത് കാറ്റഗറി ആയിരിക്കും? അത് നമുക്ക് ഒരു വീഡിയോ ഉണ്ട്, അത് പ്ലേ ചെയ്ത് കാണിക്കും. എനിക്കും അറിയത്തില്ല എന്നാ സംഭവം, നമുക്ക് കണ്ടു നോക്കാം. എല്ലാ സസ്പെൻസ് എനിക്ക് വരെ കാണാ. നാട്ടുകാർ ഓടിയ നൃത്തം. അയ്യോ അയ്യോ, ഇതിപ്പോ ചൂടപ്പം പോലെ ഇപ്പൊ ചെയ്തതാ. എന്തിനാ ഇപ്പൊ ഇത്? മതി മതി മതി. ഇത്രേ ഉള്ളൂ, നീ നോക്കണ്ട ഒന്നും. അയ്യോ, എന്റെ ഡാൻസിനാണ്. ഇതാണ് സ്പെഷ്യൽ ജൂറി. മനസ്സിനെന്താണ് ഇടനെഞ്ചിന്റെ പ്രിയതമണി കരളിൻ കുമ്പിടിൽ കുളിരിൻ തള്ളിനി കനവിൻ ചില്ലിയിൽ പടരും വള്ളിനി ഇണ പോലെന്നും ഇവളി നിരാകളോലമായ മോഹിനി തുള്ളിക്കൊതി വിടരുമെന്താണ് ഒളി കണ്ടുള്ള പ്രിയവരണി. ഇതിനെങ്ങനെ അവാർഡ് നൽകാതിരിക്കും നമ്മൾ? ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ജൂറി പുരസ്കാരം കേട്ടോ. നിങ്ങൾ എത്ര അവാർഡ് തന്നെ എന്നെ ഒതുക്കിയാലും ഈ നൃത്തം ഞാൻ ഇനിയും തുടരും. അയ്യോ ചേച്ചി, ഇത് ഒതുക്കാനല്ല, പ്രോത്സാഹനമാണെങ്കിൽ ആ ടൈറ്റിൽ എഴുതിയോനെ എനിക്കൊന്ന് കാണാം. അത് നമുക്കറിയാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലാസ്റ്റിലത്തെ ആ പോക്ക്. എന്നാ നിങ്ങൾ പറയാ നല്ല നൃത്തം അല്ലെങ്കിൽ രസിച്ച നൃത്തം, നാട്ടുകാരോടിയ നൃത്തം എന്ന് സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ ആരാധകരെ നിങ്ങൾ നിരാശപ്പെടുത്തുകയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ വളരെ വിഷമമുള്ള കാര്യം ഞാൻ അനൗൺസ് ചെയ്യാണ്, ഈ അവാർഡ് ഞാൻ തിരസ്കരിച്ചിരിക്കുന്നു. വേറെ ഡാൻസ് ഉണ്ടല്ലോ, അതെന്താ ഇടാത്തത്? അപ്പൊ നമ്മുടെ അവാർഡ് സ്വീകരിക്കാനായിട്ട് റിമി ചേച്ചിയെ വെൽക്കം ചെയ്യുന്നു. അവാർഡ് കൊടുക്കാനായിട്ട് വെൽക്കം ചെയ്യുന്നു. ചേച്ചി കൺഗ്രാറ്റ്സ്, ചേച്ചി കൺഗ്രാറ്റ്സ്. ഇത്ര വലിയൊരു പുരസ്കാരം തന്നെ എന്നെ കൂടുതൽ നിങ്ങൾ വിനീതിയാക്കുകയാണ്. എന്നിനുള്ളിലെ നർത്തകിയെ ഞാൻ ഒരുപാട് അത് എന്റെ കഴിവല്ല, എല്ലാം എന്റെ ദൈവം തന്ന അനുഗ്രഹം മാത്രം. അതുകൊണ്ട് എനിക്ക് കൂടുതൽ നൃത്തത്തെ കുറിച്ച് അറിയണമെന്നും അതിന്റെ ഒരു സാഗരത്ത് നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണ് ഞാൻ. പക്ഷെ ഞാൻ തീർച്ചയായിട്ടും പഠിക്കും, ഇംപ്രൂവ് ചെയ്യും. സാറ് കൂടെ വിചാരിച്ച സാറിനെ പഠിപ്പിച്ചാൽ ഞാൻ കുറെ കൂടെ നന്നാക്കാം. ഈ പുരസ്കാരം നൽകിയ ഇതിന്റെ ജൂറിക്ക് വലിയ വലിയ അഭിനന്ദനങ്ങൾ നൽകുന്നു. എന്ത് തന്നാലേ അവാർഡ് തരൂ? എന്താണ് അവാർഡ്? എനിക്കും ഒരെണ്ണം തരണം കേട്ടോ. തരും ചേച്ചി. ഇതെന്തത് മൂടിയൊക്കെ കൊണ്ടുപോകണമെന്ന്? എന്താ ഇവിടെ എന്തോ ഉണ്ട്? എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ കണ്ടില്ല. വാറ്റുചാരയോ? അതറിയാം, മിന്നിയാൻറ്റിക്ക് ഇച്ചിരി കൊടുക്കണമെന്ന്. ജീവിതത്തില് ഇതുപോലൊരു അവാർഡ് റിമിക്ക് ഇനി കിട്ടത്തുമില്ല, കിട്ടാൻ പോണുമില്ല. എനിക്ക് വേണ്ടതാനും വേണം, ഇതിന്റെ ആവശ്യമുണ്ട്. കാരണം ഇതുകൊണ്ട് റിമിക്ക് ഒരുപാട് പ്രയോജനമുണ്ട്. മുട്ട്, കാല്, കയ്യ്, ജോയിൻസ് എല്ലാത്തിന്റെയും വേദന മാറ്റുന്ന, സന്ധിവേദനയ്ക്കുള്ളതാണോ? എല്ലാം ചേർത്തുള്ള ഒരു ഇതാണ് മയിലെണ്ണ. കളരി മർമാണി പിണ്ണതൈല. അങ്ങനെയാണ് എനിക്ക് വേണം. എനിക്ക് മൊത്തം ഫുൾ ബോഡി പെയിനാ. കളരി മർമാണി പിണ്ണതൈല. പിണ്ടതയിലെ മക്കള് മുഴുവനായിട്ട് എടുത്തോട്ടോ, എനിക്ക് വേണ്ട. വളരെ സന്തോഷത്തോടുകൂടി ഒത്തിരി സന്തോഷം ഈ വിഷുദിനത്തിൽ ഞാൻ റിമിക്ക് നൽകുന്നു Thank you, sir. കളരി മർമാണി ഇത് വെച്ച് പിണ്ണതൈല. സാറിന് തന്നെ ആദ്യം കയ്യും കാലും ഞാൻ കൺഗ്രാറ്റുലേഷൻസ്. കാലിൽ നിന്ന് തുടങ്ങാം. താങ്ക് യു. ഈ പിണ്ടതൈലത്തിൽ ഹാപ്പിയാണോ? ഒരുപാട് കെഞ്ചിയാൽ രണ്ടുപേർക്കും ഇച്ചിരി തരാട്ടോ. ഒരു കാര്യമുണ്ട്, പിന്നെ എന്താ അവിടെ നിന്ന് പറഞ്ഞേ? എന്ത് കിട്ടിയാലും കൊടുക്കാൻ. ഈ പിണ്ടതയിലൊന്നും എനിക്ക് വേണ്ട. ഞാൻ എന്താ തിന്നാനുള്ള വേറെന്തോ കൊടുക്കുന്നു വിചാരിച്ചു. അല്ല, ഇത് തിന്നാൻ കുടിക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ പല വേദനകളുണ്ട്. ഇത് നിങ്ങൾ കണ്ടറിഞ്ഞ് നിങ്ങൾക്ക് നിസ്സാരമായിരിക്കും ഈ അവാർഡ്. പക്ഷെ എന്റെ ജീവിതത്തിൽ ഞാൻ എന്നും മറക്കാതെ ഇത് വെച്ച് തിരുമ്പുമ്പോൾ ഞാൻ നിങ്ങളെ എല്ലാം ഓർക്കും. ഒരിക്കലും മറക്കൂല. ഇത്ര നല്ല അവാർഡ് തന്നതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു. എന്നിനുള്ളിലെ കലാകാരിയെ തിരിച്ചറിഞ്ഞല്ലോ.
അത് മതി. ഇതുപോലുള്ള ഹാപ്പി വിഷു. വെറൈറ്റി ആയിട്ടുള്ള ഡാൻസ് റിമിയുടെ ഇനിയും പ്രതീക്ഷിക്കുന്നു. ഉറപ്പായിട്ടും ഉണ്ടാവും. ഓക്കെ, പ്ലീസ് പോവാൻ നോക്ക്. ചാനൽ മാറ്റല്ലേ പ്ലീസ്. ഓക്കെ, ബൈ. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.